സിസ്റ്റർ അടുത്ത പേഷ്യന്റ് വിളിച്ചോളൂ. നിങ്ങളെ പേരെന്താന്ന് പറഞ്ഞ? പിന്നെ ബാബുസ്വാമി. ബാബുസ്വാമി, നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങിയിട്ട് എത്ര കാലമായി? എനിക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാം. ഓ, കുറെ വർഷങ്ങളായി. ഈ പ്രശ്നത്തിന് വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണിച്ചായിരുന്നോ? എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്? ആര് ഡോക്ടേഴ്സ്? എന്തോ പ്രശ്നമുണ്ടല്ലോ. ആ, എന്നിട്ട് മനോഹരമായ ദിനങ്ങളായിരുന്നു. ഇത് സംഭവം വേറെയാണ്. ഇതിന് വേറെ എന്തെങ്കിലും ചികിത്സാ രീതി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? യോഗ, മെഡിറ്റേഷൻ, അങ്ങനെ വല്ലതും? ബാബുസ്വാമി, നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. ആ, ഡാൻസ് നല്ലതാണല്ലോ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. എന്തിനാണ് ഈ ഇടയ്ക്ക് എന്ന് പറയുന്നത്? A few moments later. സൈക്കോസിസിൽ നിന്നും ന്യൂറോസിസിലേക്ക് പോയിട്ട് ഇവരുടെ ഇൻഫോസിസ് വരെ അടിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. മിസ്റ്റർ ബാബുസ്വാമി, നിങ്ങൾക്ക് ചിന്താവിഷ്ടയായ ബാബു ഡിസോർഡർ ആണ് ഉള്ളത്. ഇത് വളരെ റെയർ ആയിട്ട് കാണുന്ന അസുഖമാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഇതുവരെ ചികിത്സകളൊന്നും കണ്ടെത്തിയിട്ടില്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ എയറിലായതുകൊണ്ട് ബ്ലഡിലെ ഓക്സിജൻ ലെവലൊക്കെ കറക്റ്റ് ആണ്. എന്നാൽ ഞാൻ 2 മരുന്ന് തരാം. ആദ്യം നൃത്തശമനി തൈലമാണ്. ഈ തൈലം നിങ്ങൾക്ക് ഈ ഡാൻസ് ചെയ്യാൻ തോന്നുമ്പോൾ 1-2 പേരെ തലയിലൊന്ന് തേച്ചു കൊടുത്താൽ മതി. പിന്നുള്ളൊരു സിറപ്പാണ്, മനോഹര ദിനം സിറപ്പ് എന്ന് പറയും. ഇത് നിങ്ങൾ വളരെ വ്യത്യസ്തമായ ചിന്തകളിലേക്കൊക്കെ പോകുന്നതിന്റെ മുന്നേ 2 ടീസ്പൂൺ കഴിച്ചോളൂ. പറ്റുന്നതും ഈ ഒരു കോലത്തിൽ ക്ഷേത്രത്തിലേക്കൊന്നും പോവാതിരിക്കുക, യൂട്യൂബിലേക്ക് കയറാതിരിക്കുന്നതും ഉചിതമായിരിക്കും. ഇതൊന്നും അല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രേ ഉള്ളൂ. ഓക്കെ, ശരി. സിസ്റ്റർ, ഇനി ബാക്കി എല്ലാ പേഷ്യൻറ്റും ക്യാൻസൽ ചെയ്തു. ഒരു പാരസ്റ്റമോളെ മതി, ഇന്നത്തേക്കായിട്ടുണ്ട്.